ഒന്നുകൂടി പറയാം, ഹാൻഡ് റൈറ്റിംഗ്, കാലിഗ്രഫി, ടൈപ്പോഗ്രഫി. ഹായ്, വെൽക്കം അഗൈൻ. കാലിഗ്രഫിയുടെ സ്റ്റാർട്ടിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം ഇന്നത്തെ ദിവസം മുതൽ. അപ്പോൾ തുടക്കമാണ്, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാലിഗ്രഫിയാണ് നമ്മുടെ വിഷയം. അപ്പോൾ കാലിഗ്രഫിനെ കുറിച്ചിട്ട് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്ന എല്ലാം, നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ ഒരുപാട് ലെറ്ററിങ് സ്റ്റൈൽസ് കാണാറുണ്ട്. ഇതെല്ലാം കാലിഗ്രഫിയിൽ പെടുന്നതല്ല. അപ്പോൾ ഈ ലെറ്ററിങ്ങിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 തരത്തിലുണ്ട്: ഹാൻഡ് റൈറ്റിംഗ്, കാലിഗ്രഫി, ടൈപ്പോഗ്രഫി. ഇത് 3 തരത്തിലാണ്. അപ്പോൾ ചിലവരൊക്കെ അത് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. ചിലവരത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ടൈപ്പോഗ്രഫി തന്നെ കാലിഗ്രഫി എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ഒരാൾക്ക് ചിലപ്പോൾ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടാവുള്ളൂ, അവർക്ക് തനതായിട്ടുള്ളൊരു ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാലിഗ്രാഫറെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സ്റ്റൈൽസ് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. ആദ്യം വരുന്നത് ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് അത് കൈയക്ഷരം, നമുക്കറിയാമല്ലോ, സ്കൂളുകളിലൊക്കെ പഠിച്ച് തുടങ്ങുമ്പോൾ മുതൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു വിഷയമാണ്. അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ല, മെഷർമെൻറ്റ്സ് ഇല്ല, അതിന് സ്റ്റൈലിൽ എഴുതണമെന്നില്ല. റീഡബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അവിടെ നമ്മളൊരു ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അടുത്തത് വരുന്നത് കാലിഗ്രഫി. കാലിഗ്രഫി എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രിയേറ്റിവിറ്റി, ദ ആർട്ട്. അത് ഏതൊരു ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടൊരു ക്രിയേറ്റിവിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതൊരു ചിത്രകലയുടെ ഭാഗമാണത്, ചിത്രകലയാണത് കാലിഗ്രഫി എന്ന് പറയുമ്പോൾ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളത് സ്വീകരിക്കേണ്ടതും നിങ്ങളത് ഡെവലപ്പ് ചെയ്യേണ്ടതും ആ ഒരു തരത്തിലായിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ക്രിയേറ്റിവിറ്റി, നിങ്ങളുടേതായിട്ടൊരു സ്റ്റൈലിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെയാണ് കാലിഗ്രഫി വരുന്നത്. കാലിഗ്രഫി മെയിൻലി യൂസ് ചെയ്യുന്നത് ഡിസൈനേഴ്സാണ്. അവർക്ക് ടൈറ്റിൽസ് ചെയ്യാനും അതുപോലെ ലോഗോസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കാലിഗ്രഫി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടൈപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ അതിന് നിശ്ചിത മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ കാണുന്ന അക്ഷരങ്ങളൊക്കെ, ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അതൊരു ടൈപ്പോഗ്രഫി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതിന് നിശ്ചിത മെഷർമെൻറ്റ്സും അതിന് സ്പേസിങ്ങും തിക്നെസ്സും ഫോണ്ട് വെയ്റ്റ് എന്നൊക്കെ പറയും, അതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരം അക്ഷരങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അത് ഫോണ്ട് സെറ്റായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതാണ് ഈ 3 വിഷയം തമ്മിലുള്ള വ്യത്യാസം. കാലിഗ്രഫി എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഒരു സ്ട്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ കൂടി രണ്ടാമത് എഴുതാൻ പാടില്ല എന്നാണ് പറയുക. ആ സ്ട്രോക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ട്രോക്ക്, അങ്ങനെ എഴുതി പോകണം. മലയാളമാണ് ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വിഷയം. നമുക്ക് പ്രാക്ടീസ് തുടങ്ങുന്നത് ഇതുപോലുള്ളൊരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്കെച്ച് ബുക്ക്, ഒരു 100-120 രൂപയൊക്കെ വരുന്ന ഒരു സ്കെച്ച് ബുക്ക്. ഈ സ്കെച്ച് ബുക്ക് 110 രൂപയാണ്. ഇതിൻ്റെ GSM വരുന്നത് 140 GSM ആണ്. ഇതുപോലത്തെ സ്കെച്ച് ബുക്ക് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. തുടങ്ങേണ്ട എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ബ്രഷ് പിടിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പിടിക്കാനേ പാടില്ല. ഇത് ഡിഫറെൻറ്റ് സ്ട്രോക്കാണ്. ഇത് ഇങ്ങനെ കുത്തനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡിഫറെൻറ്റ് സ്ട്രോക്കാണ്. ഫസ്റ്റ് ഞാൻ വരച്ചത് ഇങ്ങനെയാണ് ബ്രഷ് വെച്ചത്. സെക്കൻഡ് വൺ ഞാൻ ഇങ്ങനെയാണ് ബ്രഷ് വെച്ചത്. ഇതല്ലാതെ നമ്മൾ ഒരു 45 ഡിഗ്രിയിലാണ് നമ്മൾ ബ്രഷ് പിടിക്കേണ്ടത്. ബ്രഷിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊന്നും പാടില്ല. ഇതേ ആംഗിളിൽ തന്നെ A to Z വരയ്ക്കുന്നത് നമ്മൾ ഇതേ സ്ട്രോക്ക് തന്നെയാണ്. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വിഷയം. പിന്നെ വരക്കേണ്ടത് ഇതിൻ്റെ C ഷേപ്പ്. ഇതും ഈ 45 ഡിഗ്രിയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, C ഷേപ്പ്. മലയാളത്തിൽ റിബൺ ടൈപ്പ് കാലിഗ്രഫി ഉണ്ട്. അത് എഴുതുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ട്രോക്സ് ആവശ്യം വരിക.
അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയും പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിനൊരു എസ്തെറ്റിക്സ് ലെവലൊക്കെ കൂടുക. സോ താങ്ക്സ് ഫോർ നൗ, ഡു പ്രാക്ടീസ്, ബൈ.